ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മൂകം കരോതി വാചാലം പംഗം ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുകൃതികളെ, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം ശ്രീമദ് ഭാഗവത സംഗ്രഹമായിട്ട് രചിച്ചു. അതുപോലെ പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി ശ്രീമദ് ദേവി ഭാഗവത സംഗ്രഹമായിട്ട് ദേവി നാരായണീയം രചിച്ചു. ഈ സ്തോത്രകാവ്യം ജഗദംബയുമായി സംവദിച്ചുകൊണ്ടാണ് പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി രചിച്ചിരിക്കുന്നത്. നാൽപ്പത്തിയൊന്ന് ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ദേവി നാരായണീയത്തിൽ 1 മുതൽ 18 വരെയുള്ള ദശകങ്ങൾ നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പാഠഭാഗം ദശകം 19 ഭൂമിയുടെ ദുഃഖം. ഭൂമിയുടെ ദുഃഖം, അതായത് മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ച അല്ലെങ്കിൽ കൃഷ്ണനായി ജനിച്ച കഥ, അതാണ് ഈ ദശകം മുതൽ 4 ദശകങ്ങളിലായി വർണ്ണിച്ചിരിക്കുന്നത്. കൃഷ്ണജനനത്തിന്റെ പശ്ചാത്തലം അതാണ് ഈ ദശകം. ആദ്യം നമുക്ക് ഇന്നത്തെ പാഠഭാഗം ദശകം 19 ഭൂമിയുടെ ദുഃഖം, ശ്ലോകങ്ങൾ 1, 2, 3, 4, 5. ഈ ശ്ലോകങ്ങളുടെ പാരായണം ആദ്യം നമുക്ക് ശ്രവിക്കാം. അത് കഴിഞ്ഞ് പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയും നമുക്ക് നോക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദേവി നാരായണീയം ദശകം 19 ഭൂമിയുടെ ദുഃഖം. പാരായണം. പുരാധരാ ദുർജന ഭാരദീന സമം സുരഭ്യാ വിഭുദൈശ്ച ദേവി വിധിം സമേത്യ സ്വദശാം ഉവാച സ ചാനയത് ക്ഷീരപയോനിധിം താൻ. ശ്ലോകം 2. സ്തുതോ ഹരിഃ പദ്മഭവേന സർവം ജ്ഞാത്വാഖിലാൻ സാഞ്ജലിബന്ധമാഹ
ബ്രഹ്മൻ സുരാനൈവ വയം സ്വതന്ത്ര ദൈവം ബലീയ കിമഹം കരോമി. ശ്ലോകം 3. ദൈവേന നീതഃ ഖലു മത്സ്യകൂർമകോലാദിജന്മാന്യവശോഹമാപ്തഃ നൃസിംഹഭാവാതതിഭീകരത്വം ഹയാനനത്വാത് പരിഹാസ്യതാം ച. ശ്ലോകം 4. ജാതഃ പുനർദാശരദിശ്ച ദുഃഖാത് ദുഃഖം ഗതോഹം വിപിനാന്തചാരി രാജ്യം ച നഷ്ടം ദയിതാ ഹൃതാ മേ പിതാമൃതോഹ പ്ലവകാഃ സഹായാഃ. ശ്ലോകം 5. കൃത്വാരണം ഭീമമരിം നിഹത്യ പത്നീം ച രാജ്യം ച പുനർഗൃഹീത്വാ ദുഷ്ടാപവാദേന പതിവ്രതാം താം വിഹായ ദുർയശസാഭിഷിക്തഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 1 പദച്ഛേദം നോക്കാം ആദ്യം. പുരാധര ദുർജന ഭാരതീന സമം സുരഭ്യ വിഭുതൈഃ ച ദേവി വിധിം സമേത്യ സ്വദശാം ഉവാച സഹ ച അനയത് ക്ഷീരപയോനിധി താം. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ടാമത്തെ പാദത്തിൽ ദേവി, ഹേ ദേവി, പുരാ, ഹേ ദേവി പണ്ട്, പുരാന്ന് വെച്ചാൽ പണ്ട്, ദുർജന ഭാരതീന, ദുർജന ഭാരത്താൽ ദീനയായ ധരാസുരഭ്യ, ധര എന്ന് വെച്ചാൽ ഭൂമി, സുരഭ്യ കാമധേനു, വിഭുതൈഹി ചാസമം ദേവന്മാർ, വിഭുതൈഹി ദേവന്മാരോടും കൂടെ, അതാണ് വിഭുതൈഹി ച സമം, കാമധേനുവിനോടും ദേവന്മാരോടും കൂടെ, വിധിം സമേത്യ, വിധിം ബ്രഹ്മാവിനെ സമീപിച്ച്, സ്വദശാം ഉവാച സ്വന്തം സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. ഭൂമിദേവിയാണ് കാമധേനുവിനോടും ദേവന്മാരോടും കൂടെ ബ്രഹ്മാവിനെ സമീപിച്ചു, സ്വന്തം സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. സഹാചാതാൻ അദ്ദേഹം, ആ ബ്രഹ്മാവ് അവരെ ക്ഷീരപയോനിധിം അനയത്, പാലാഴി, ക്ഷീരപയോധി എന്ന് വെച്ചാൽ പാലാഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. അല്ലയോ ദേവി, പണ്ട് ദുർജനങ്ങളുടെ ഭാരം കൊണ്ട് അവശയായ ധരാസുരഭ്യ ഭൂമിദേവി കാമധേനുവിനോടും ദേവന്മാരോടും കൂടി ബ്രഹ്മദേവനെ സമീപിച്ചു. എന്നിട്ട് അവരുടെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം സഹാചാതാൻ, അദ്ദേഹം അവരെ ക്ഷീരപയോനിധിം മനയത്, പാലാഴിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി, പാൽക്കടലിലേക്ക് ബ്രഹ്മാവ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അതായത് ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ പറ്റാതെയായി. എന്തുകൊണ്ടാണ്? ഭൂമിയിലെ ദുർജനങ്ങളൊക്കെ പെരുകി, അതുകൊണ്ട് ഭൂമിദേവിക്ക് ഭാരം സഹിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഭൂമിദേവി ദേവന്മാരെ തൻ്റെ ദുഃഖമൊക്കെ അറിയിച്ചു, തൻ്റെ സങ്കടമൊക്കെ ദേവന്മാരോട് പോയി പറഞ്ഞു. പക്ഷേ ദുഃഖത്തിനൊരു പരിഹാരവും ഉണ്ടായില്ല. അതുകൊണ്ട് കാമധേനുവിനെയും ദേവന്മാരെയും ഒക്കെ കൂടെ കൂട്ടി ഭൂമിദേവി ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു. ഭൂമി ഗോരൂപം ധരിച്ചു വന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇവിടെയോ ഭൂമിദേവി സുരഭി മാതാവ് കാമധേനുവിനെയും കൂട്ടി ദേവന്മാരോടും കൂടി ബ്രഹ്മാവ് ഇവരെ എല്ലാവരെയും കൂട്ടി പാലാഴി തീരത്തേക്ക് അവരെ നയിച്ചു എന്ന് ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ശ്ലോകം 2 പദച്ഛേദം നോക്കാം. സ്തുതഃ ഹരിഃ പത്മഭവേന സർവം ജ്ഞാത്വാ അഖിലാൻ സാഞ്ജലിബന്ധം ആഹ ബ്രഹ്മൻ സുരാഹ ന ഏവ വയം സ്വതന്ത്രാ ദൈവം ബലീയഃ കിമഹം കരോമി. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. പത്മഭവേന സ്തുതഃ, പത്മഭവൻ ആരാണ്? താമരയിൽ നിന്നും ജനിച്ചവൻ ആരാ? ബ്രഹ്മാവ് അല്ലേ?
ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട ഹരിഹി സർവം ജ്ഞാത്വ വിഷ്ണു, അതായത് ഹരിഹി സർവം ജ്ഞാത്വ വിഷ്ണു എല്ലാം അറിഞ്ഞ് സ അഞ്ജലിബന്ധം കൈകൂപ്പിക്കൊണ്ട് അഖിലാനാഹ എല്ലാവരോടുമായി പറഞ്ഞു, ഹേ ബ്രഹ്മൻ, ഹേ സുരാഹ, അല്ലയോ ബ്രഹ്മാവേ, ദേവന്മാരെ, വയം ന സ്വതന്ത്രാഹ ഏവ, നാം സ്വതന്ത്രരല്ല, തീർച്ചയാണത്. ദൈവം ബലീയ, വിധി ഏറെ ബലവത്താണ്. അഹം കിം കരോമി, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഭൂമിദേവി ആദ്യം ദേവന്മാരോട് പറഞ്ഞു തന്റെ ദുഃഖം. എന്നിട്ടോ അവരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ സമീപിച്ചു, ബ്രഹ്മാവിനോട് തന്റെ ദുഃഖം അറിയിച്ചു. അപ്പോൾ ബ്രഹ്മാവ് അവരെല്ലാവരെയും കൂട്ടി പാലാഴിയിലേക്ക് ചെന്നു, അല്ലെ? ഭൂമിയോടും ദേവന്മാരോടും കൂടെ പാലാഴിയുടെ തീരത്ത് ചെന്ന ബ്രഹ്മാവ് എന്താണ് അവിടെ പോയി ചെയ്തതെന്ന് വെച്ചാൽ പുരുഷ സൂക്തം ജപിച്ച് വിഷ്ണുവിനെ സ്തുതിച്ചു. നോക്കൂ, പത്മഭവേന സ്തുത, ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ട ഹരി ബ്രഹ്മദേവൻ സ്തുതിച്ചത് പുരുഷ സൂക്തം കൊണ്ട് ആ വിരാട് പുരുഷനെ യജിച്ചു. ഹരിഹി സർവം ജ്ഞാത്വ, മഹാവിഷ്ണു എല്ലാം അറിയുന്നുണ്ട്, അറിഞ്ഞു. സ അഞ്ജലിബദ്ധം അഖിലാനാഹ, കൈകൾ കുപ്പിക്കൊണ്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. എന്താണ് വിഷ്ണു പറഞ്ഞത്? അല്ലയോ ബ്രഹ്മാവേ, ദേവന്മാരെ, നമ്മൾ ആരും തന്നെ സ്വതന്ത്രരല്ല. വിധി വളരെ ബലവത്താണ്. അതുകൊണ്ട് ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബ്രഹ്മാവ് ആ വിരാട് പുരുഷനെ പുരുഷ സൂക്തം കൊണ്ട് യജിച്ചപ്പോൾ ആ സ്തുതിയൊക്കെ മഹാവിഷ്ണു കേട്ടു, വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് അവരുടെ മുമ്പിൽ വന്ന് കൈകൾ കൊപ്പി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇവർ ഇവിടെ വന്നതിന്റെ ഉദ്ദേശമൊക്കെ വിഷ്ണുവിന് മനസ്സിലായി. പക്ഷേ ഭൂമിയുടെ ദുഃഖം തീർക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് വിഷ്ണു പറയണത്. അതുമാത്രമല്ല, ബ്രഹ്മാവിനോ ദേവന്മാർക്കോ ഒന്നും കഴിയില്ല. എന്താ കാരണം? ആർക്കും വിധിയെ മറികടക്കാൻ, അല്ലെങ്കിൽ തലയിലെഴുത്തിനെ എന്ന് പറയില്ലേ നമ്മൾ, ആർക്കും അവനവന്റെ തലയിലെഴുത്തിനെ മാറ്റാൻ പറ്റില്ല. ആർക്കും സാധിക്കില്ല, ആർക്കും കഴിയില്ല. അതിന് ശക്തരല്ല ആരും. വിധിഫലം വലുതാണ്. സ്വന്തം സ്വന്തം കർമ്മഫലം അത് എല്ലാവരും അനുഭവിക്കുക തന്നെ വേണം. അതനുഭവിച്ചേ പറ്റൂ. കർമാധീനന്മാരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഇരിക്കെ ഭൂഭാരനാശനത്തിൽ തനിക്കെന്ത് ചെയ്യാൻ കഴിയും? തനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് വിഷ്ണുവിന്റെ ചോദ്യം. ഇവിടെ ചോദ്യമായിട്ട് പറയുന്നുണ്ടല്ലോ, അഹം കിം കരോമി, എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാണ് മഹാവിഷ്ണു പറയുന്നത്. ശ്ലോകം 3 പദച്ഛേദം നോക്കാം. ദൈവേന നീതഃ ഖലു മത്സ്യകൂർമ്മ കോലാദിജന്മാനി അവശഃ നൃസിംഹഭാവാത് അതിഭീകരത്വം ഹയാനനത്വാത് പരിഹാസ്യതാം ച. അതായത് അഹം ദൈവേന ഖലു, ഞാൻ ദൈവത്താൽ തന്നെ. ഇവിടെ മഹാവിഷ്ണു പറയാണ്, അവിടെ വന്നിട്ടുള്ള ദേവന്മാരോടും ബ്രഹ്മാവിനോടും ഭൂമിദേവിയോടും ഒക്കെ പറയണു, ഞാൻ ദൈവത്താൽ തന്നെ നീതഃ അവശഃ, അവശനായിരിക്കുകയാണ്. മത്സ്യകൂർമ്മ കോലാദി ജന്മാനി ആപ്തഃ, മത്സ്യം, ആമ, പന്നി തുടങ്ങിയ പല പല ജന്മങ്ങളെയൊക്കെ പ്രാപിച്ചു. നൃസിംഹഭാവാത്, നരസിംഹമായിട്ടും തീർന്നു. അതെങ്ങനെ? അതിഭീകരത്വമായിട്ട്, അല്ലെ? അതിഭീകരനായിട്ട്. പിന്നീടോ ഹയാനനത്വാത്, കുതിരയുടെ മുഖം വന്നു ചേർന്നതിനാൽ എന്തായി? ഞാൻ എല്ലാവർക്കും പരിഹാസ്യനുമായി. പരിഹാസ്യതാം ച ആപ്ത. മുൻ ശ്ലോകത്തിൽ പറഞ്ഞു തലയിലെഴുത്ത് വളരെ ബലമാണെന്ന്, അല്ലെ? ദൈവം വിധിബലം വളരെ ബലമാണ്. അത് വിഷ്ണു ഭഗവാൻ സ്വന്തം അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ആണ് പറയണത്. എന്താണ് പറയുന്നത് വെച്ചാൽ, തൻ്റെ അനുഭവം പറയാണ്, എനിക്ക് വൈകുണ്ഠം എന്നു പേരുള്ള ഒരു നല്ല വാസസ്ഥാനമുണ്ട്.
അവിടെ സുന്ദരിയായ ലക്ഷ്മി, സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ മഹാവിഷ്ണുവിന് വളരെ സുഖമായിട്ട് വാഴാനൊന്നും യോഗമില്ല. ഇതാണ് ദൈവനിശ്ചയം എന്ന് വിഷ്ണു പറയാണ്. ആദ്യം അങ്ങനെ അവതരിച്ച് മത്സ്യമായിട്ട്, പിന്നെയോ കൂർമ്മം, അതിൽ പിന്നെ പന്നിയായിട്ടും ജനിച്ചു. ഇതൊക്കെ ആരും ആഗ്രഹിക്കുന്നതല്ല, അല്ലെ? ആഗ്രഹിക്കുകയുമില്ല. പക്ഷേ അദ്ദേഹത്തിന് മത്സ്യാദി യോനികളിൽ ജനിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയണത്. മഹാവിഷ്ണു അതാ പറയണത്, എനിക്കിത് ഞാനിത് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ ഇതാണ് ദൈവനിശ്ചയം. ബീഭത്സരൂപമായിട്ട് വന്നു. എങ്ങനെ? നൃസിംഹമായി തീർന്നപ്പോൾ അവിടെ അദ്ദേഹം ഭീകരനായി, അല്ലെ? പിന്നീട് വന്നത് എങ്ങനെ? കുതിരത്തലയനായിട്ട്. അപ്പോൾ എന്താ? എല്ലാവരായിട്ടും പരിഹാസ്യനുമായി. ഹയഗ്രീവൻ, അല്ലെ? നമ്മൾ ഇതില് ഈ ദേവി നാരായണീയത്തിൽ നാം നേരത്തെ ദശകം 2 മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വിഷ്ണുവിന്റെ അവശത. അത് ദേവന്മാർക്കൊക്കെ നല്ലതുപോലെ അറിയാവുന്നതാണ്. എങ്കിലും വിഷ്ണു തന്റെ അവശത അവരോട് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്ലോകം 4, പദച്ഛേദം. ജാതഃ പുനഃ ദാശരഥിഃ ച ദുഃഖാത് ദുഃഖം ഗതഃ അഹം വിപിനാന്തചാരി രാജ്യം ച നഷ്ടം ദയിതാ ഹൃതാ മേ പിതാ മൃതഃ ഹാ പ്ലവഗാഃ സഹായാഃ. ഇവിടെ പിന്നീട് എന്താ പറയണത്? വിഷ്ണു തന്റെ വിധിബലത്തെക്കുറിച്ച് തന്നെയാണ് തുടർന്ന് പറയണത്. അഹം പുനഃച, ഞാൻ പിന്നീട് ദാശരഥിഃ ജാത, ദശരഥപുത്രനായിട്ട് പിറന്നു. വിപിനാന്തചാരി, വിപിനം എന്ന് വെച്ചാൽ കാട്, ആ കാടുകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ ഞാൻ ദുഃഖാത് ദുഃഖം ഗതഃ, ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. രാജ്യം ച നഷ്ടം, രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു. മേ ദയിതാഹൃത, എന്റെ പ്രിയതമ അപഹരിക്കപ്പെട്ടു. ഇല്ലേ? രാവണനാൽ അപഹരിക്കപ്പെടുന്നുണ്ടല്ലോ. പിതാ മൃതഃ ഹാ, എന്റെ പിതാവും മരിച്ചു. പിതാവ് മരിച്ചു. കഷ്ടം. സഹായാഹ പ്ലവഗാഹ, സഹായിക്കാൻ പിന്നെ വന്നത് ആരാ? കുറെ പ്ലവകങ്ങൾ, അതായത് കുറെ കുരങ്ങുകൾ. ഇതിന്റെ തന്റെ ആ വിധിബലത്തെ കുറിച്ച് തന്നെയാണ് വിഷ്ണു പറയണത്. വീണ്ടും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അഹം പുനഃച, പിന്നീട് ഞാൻ ദാശരഥി ജാത, ദശരഥപുത്രനായിട്ടാണ് ജനിച്ചത്. ഇതൊക്കെ കഴിഞ്ഞു. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, പിന്നെ ഹയഗ്രീവൻ, ഈ അവതാരങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ദശരഥപുത്രനായിട്ട് രാമനായിട്ട് ജനിച്ചു, അല്ലേ? വിപിനാന്തചാരി, എന്നിട്ടോ കാടുകളിലാണ് അലഞ്ഞു തിരിഞ്ഞ് നടന്നത്. അവിടെയോ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് അങ്ങനെ നീക്കിക്കൊണ്ടേയിരുന്നു. എന്റെ യാത്ര ഇപ്രകാരമായിരുന്നു. രാജ്യം നഷ്ടപ്പെട്ടു, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയതമ, പ്രേയസിയായിട്ടുള്ള ആ സീതയെ അപഹരിക്കപ്പെട്ടു. പിന്നീടോ പിതാമൃതഹാഹ സഹായാഹ പ്ലവഗാഹ, എൻ്റെ പിതാവും മരിച്ചു. എന്നിട്ട് എന്നെ സഹായിക്കാനായിട്ട് വന്നതോ കുറെ കുരങ്ങുകൾ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിഷ്ണു പറയാണ് തൻ്റെ വിധിബലത്തെക്കുറിച്ച്. മത്സ്യക്കൂർമാദി യോനികളിൽ വിഷ്ണു ജനിച്ചു. അപ്പോൾ എനിക്ക് ദുഃഖം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാമൻ എന്ന പേരിൽ ദശരഥനായിട്ട് ജനിച്ചപ്പോഴോ ആ ജനനം മുതൽ, ആ കാലത്തെ ദുഃഖങ്ങൾ ഒന്നും അങ്ങനെയല്ല. ഇന്നും അത് ഓർക്കാൻ കൂടി വയ്യ എന്നാണ് പറയുന്നത്. അതായത് ജനനം മുതൽ സരയൂ നദിയിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നതുവരെ ദുഃഖങ്ങൾ തന്നെ ദുഃഖങ്ങൾ, അത് ഓർക്കാൻ കൂടി വയ്യ. സീതാദേവി വിയോഗത്തിന്റെ ദുഃഖം കാണാൻ ആരാ ഉണ്ടായിരുന്നത്? ലക്ഷ്മണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഈ അനുജനോടൊപ്പം രാമനെ സഹായിച്ചത് വിഷ്ണു പറയുന്നു. ആ രാമനായിട്ട് അവതരിച്ച ആ രാമനെ സഹായിച്ചത് ആരൊക്കെയാണ്? കുറെ കുരങ്ങുകൾ മാത്രം. കുരങ്ങുകളുടെ സഹായം മാത്രമേ ആ രാമനായിട്ട് അവതരിച്ചപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ അനുജനായ ലക്ഷ്മണനും. തൻ്റെ ആ വിധിബലത്തെ പറയാണ് രാമൻ. രാമൻ എന്ന പേരിലൊക്കെ ദശരഥപുത്രനായിട്ടൊക്കെ ജനിച്ചു.
ആ കാലത്ത് ഒരുപാട് ദുഃഖങ്ങളാണ് രാമൻ സഹിച്ചത് അല്ലെ. അന്ന് രാമനെ സഹായിക്കാൻ ഉണ്ടായിരുന്നത്, ദുഃഖം കാണാൻ ലക്ഷ്മണനും രാമനെ സഹായിക്കാൻ എത്തിയത് വെറും കുരങ്ങുകളും. ഇനി 5-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. കൃത്വാരണം ഭീമം അരിം നിഹത്യ പത്നീം ച രാജ്യം ച പുനഃ ഗൃഹീത്വാ ദുഷ്ടാപവാദേന പതിവ്രതാം താം വിഹായ ഹാ ദുർയശസാ അഭിഷിക്തഃ. ഇവിടെ എന്താണ് പറയണത്?